ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് പടുകൂട്ടാൻ ഉണ്ടാക്കേണ്ട റെസിപ്പി ആയിട്ട് ഞാൻ കാണിക്കുന്നത്. പടുകൂട്ടാൻ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് അറിയും, ചില ആൾക്കാർക്ക് അറിയൂല. നമ്മളെ ഈ ഒരു മലപ്പുറം ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം കേട്ടോ. അതെന്താ വെച്ചാൽ പപ്പായ, അതേപോലെ ചേമ്പിൻ്റെ തണ്ട്, പിന്നെ ചേനത്തണ്ടൊക്കെ ഇടും കേട്ടോ. അങ്ങനെ ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കൂട്ടാൻ ഉണ്ടാക്കും. അതിനാണ് പടുകൂട്ടാൻ എന്ന് പറയാം. അതിൽ പ്രത്യേകിച്ച് ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇടുക. ഈ പപ്പായ, അതേപോലെ ചേമ്പിൻ്റെ തണ്ട്, പിന്നെ കപ്പ, പൂളക്കിഴങ്ങില്ലേ അത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഈ കൂട്ടാൻ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് പടുകൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പപ്പായ അല്ലേ ഇനി. അപ്പോൾ ഞാനൊരു പപ്പായൊക്കെ കുത്തി കൊണ്ടുവന്നു. പപ്പായ ജുബിത്താത്താൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ പപ്പായ എടുത്തിട്ടുള്ളത്. നമ്മൾ തൊടിയിൽ ഇഷ്ടം പോലെ ഉണ്ടേനി. അപ്പോൾ ഈ പുല്ല് കരിയാൻ വേണ്ടിയിട്ട് നമ്മൾ മരുന്നടിക്കുമല്ലോ, അങ്ങനെ മരുന്നടിച്ചപ്പോൾ ചെറിയ തൈകളൊക്കെ ഉണ്ടേനി. അപ്പോൾ അതൊക്കെ അങ്ങനെ വാടിപ്പോയിട്ടോ. അങ്ങനെ പപ്പായ ഞാൻ അവിടെ പോയിട്ട് ഒന്ന് പറിച്ചുകൊണ്ടുവന്നു. ചെറുത് മതി, നമുക്ക് കുറച്ച് മതിയല്ലോ. പിന്നെ ചേമ്പ് നമ്മളെ തൊടിയിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കളച്ചെടുക്കാമെന്ന് വിചാരിച്ച്. ഈ ചേമ്പിൻ്റെ തണ്ടും വേണം. പിന്നെ ഇത് പറിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വിത്ത് ഉണ്ടാവുമല്ലോ, അത് നല്ല പാൽച്ചേമ്പാണ് കേട്ടോ. അപ്പോൾ ഈ തെങ്ങും കുഴിയിലൊക്കെ ഇങ്ങനെ ചേമ്പുണ്ടായാലേ വളമൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ ഞാൻ അതാണ് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇതൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഞാൻ അതേപോലെ ചേമ്പൊക്കെ പറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ തള്ള ഉണ്ടാവുമല്ലോ, അതിങ്ങനെ വലിച്ചെറിയും. അത് അവിടെ മുളച്ചാണ്ട് അങ്ങനെ ഉണ്ടാവുന്നതാണ് കേട്ടോ. അതൊക്കെ അല്ല, അതങ്ങനെ കുഴിച്ചിടണമൊന്നുമല്ല. ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം വിത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് അടുപ്പിൽ നിന്ന് നമ്മൾ കുരുന്ന വെണ്ണീറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താണ്ട് നോക്കുകയാണെങ്കിൽ നല്ലോണം ഉണ്ടാവും. അപ്പോൾ എനിക്കിത് പറിക്കാനും ശരിക്കും വയ്ക്കൂല. ഞാൻ എന്തായാലും കൈക്കോട്ട് കൊണ്ടൊക്കെ ഒന്ന് അപ്പുറമൊക്കെ ഒന്ന് തോണ്ടിയാണ്ടേ എന്തായാലും ഇതൊന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ മണ്ണിൽ പെട്ടിട്ടുണ്ട് അതിന് കേട്ടോ. ഒരു 2-3 കിഴങ്ങ് അതിൻ്റെ ഒപ്പം പോന്നിട്ടുള്ളൂ. ഇനി ബാക്കിയൊക്കെ മണ്ണെന്ന് അങ്ങനെ കൈക്കോട്ട് കൊണ്ട് തോണ്ടിയെടുത്തേക്കാണ്. അപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം നമുക്കിപ്പോൾ കൂട്ടാൻ വെക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ നമ്മൾ തൊടിയിലുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. നമുക്ക് ഇതേപോലെ കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ പൂതിയാകുമ്പോഴേ നമ്മൾ തൊടിയിൽ തന്നെ പോയാൽ മതിയല്ലോ, ഒക്കെ എടുത്ത് പോരാം. പിന്നെ ഒക്കെ ഇപ്പോൾ ഇങ്ങനത്തെ ഫുഡൊന്നും വല്ലാതെ ആരും കഴിക്കൂലല്ലോ, ഒക്കെ ഫാസ്റ്റ് ഫുഡിന് പിന്നാലെയാണല്ലോ അല്ലേ. നമ്മളവിടെയൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കഴിക്കൂട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്തു കൊണ്ടുവന്ന് നല്ലോണം പുറത്തുനിന്ന് തന്നെ കഴുകിയ ചേമ്പുമത്തെ മണ്ണൊക്കെ കളഞ്ഞ് അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ചേമ്പിൻ്റെ തൊലി കളയണം, അതേപോലെ ഈ ചേമ്പ് തണ്ടിൻ്റെ തൊലി കളയണം, പപ്പായൻ്റെ തൊലി കളയണം. ഇനിയിപ്പോൾ അതൊക്കെയാണുള്ള പണി കേട്ടോ. അപ്പോൾ ഒക്കെ ഞാൻ കഴുകി മണ്ണൊക്കെ കളഞ്ഞിട്ട് തന്നെയാണ് അകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഓരോന്നായി വൃത്തിയാക്കി എടുക്കട്ടെ. പിന്നെ നിങ്ങളെ നാട്ടിലൊക്കെ ഈ പടുകൂട്ടാൻ ഉണ്ടാക്കണേന് എന്താ പറയാന്ന് കമൻറ്റ് ചെയ്യോണ്ടിട്ടോ. ഞാനത് കുറേ മുന്നേയൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളിതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ആദ്യമൊക്കെ വീഡിയോയിലൊക്കെ കാണിച്ചപ്പം ഇതെന്താണെന്ന് അറിയൂല ചില ആൾക്കാർക്ക്. അപ്പോൾ അറിയാത്തോല് ഇതേപോലെ പപ്പായൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും കിട്ടും. അതേപോലെ ചേമ്പും തണ്ടൊക്കെ ഉണ്ടാവുമല്ലോ, അധികം വീടുകളും ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലേലും ഉണ്ടാവും. അപ്പോൾ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ടിട്ടോ. അതേപോലെ കപ്പയും കൂടി വേണം അതിക്ക്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കപ്പ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഒരു 2-3 ദിവസം മുന്നേ ഇവിടെ കൊണ്ടുവന്നുണ്ടായിന് കേട്ടോ. ഒരു 2 കിഴങ്ങ്, ചെറിയ 2 കിഴങ്ങാണ്. അപ്പോൾ അത് മതി. പിന്നെ അതിക്ക് എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. അതുകൊണ്ടാണ് പടുകൂട്ടാനെന്ന് പേരും. അപ്പോൾ നമ്മളെ വാഴൻ്റെ ആ ഒരു വാഴക്കൊലൻ്റെ അടിയിലുണ്ടാകുന്നത് ഉണ്ടാവുമല്ലോ, ഞങ്ങൾ അതിന് ഇണ്ണിത്തട്ടാന്ന് പറയുക, അങ്ങനത്തത്. അതേപോലെ ഇണ്ണിക്കാമ്പ്, പിന്നെ മത്തൻ്റെ ഇല, അങ്ങനെ എല്ലാം ഇടാം കേട്ടോ അതിക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇത്ര ഐറ്റംസാണ് എടുത്തിരിക്കുന്നത്. ചേമ്പും തണ്ട്, ചേമ്പ്, പിന്നെ പപ്പായ, കപ്പ, അങ്ങനെ ഇത്ര ഐറ്റംസാട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് ചേമ്പും തണ്ടിൻ്റെ തൊലി കളഞ്ഞു, അതേപോലെ ചേമ്പിൻ്റെ കളഞ്ഞു, കറുത്തൻ്റെ കളഞ്ഞു, പിന്നെ കപ്പൻ്റെ തൊലി അത് തന്നെ കളഞ്ഞും വെച്ചിട്ടുണ്ട്. ഇനി നല്ലോണം ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. പിന്നെ ചിലർക്ക് ചേമ്പും തണ്ടിൻ്റെ ആ നീര് തട്ടിയാൽ കൈ ചൊറിയും. എനിക്ക് ചൊറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഈ പാൽച്ചേമ്പിൻ്റെ അങ്ങനെ ചൊറിയില്ല. പിന്നെ താളുണ്ടല്ലോ, താളാണ് ചൊറിയുക. ഇത് നല്ല ചേമ്പായതുകൊണ്ട് ആണ് തോന്നുന്നത്, എന്താ അറിയില്ല കേട്ടോ. ഇത് ചൊറിയണമൊന്നുമില്ല. അപ്പോൾ ഞാനൊക്കെ കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് ഇതാക്കിയിട്ടുണ്ട്. തൊലിയൊക്കെ ചീന്തിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഈ വേസ്റ്റൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ടിട്ട് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് പുറത്തടുപ്പിൽ മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മൺചട്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതിക്ക് ഒക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഈ ചേമ്പിൻ്റെ തണ്ട് കണ്ടാൽ കുറേ ഉണ്ടെന്ന് വിചാരിക്കൂലേ. ഇത് തീ കത്തി കഴിഞ്ഞാലേ അങ്ങോട്ട് വാടും കേട്ടോ. ഒക്കെ പറ്റണ്ട് ചുങ്ങി വരും. അപ്പം കുറേ അങ്ങനെ ഉണ്ടാവുമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു 2 ചേമ്പും തണ്ട് എടുത്തീനി. അപ്പോൾ അതൊക്കെ അതേപോലെ കട്ട് ചെയ്താണ്ടേക്ക് ഇട്ട് കൊടുത്തീനി. പിന്നെ അതിൻ്റെ മേലേക്ക് പപ്പായ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു.
പിന്നെ പൂളയാണ് ഇട്ട് കൊടുത്തത്. അതേപോലെ ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ള ചേമ്പാണ്. ഇനി ചേമ്പും അതേപോലെ ചെറിയ പീസാക്കി നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പ കട്ട് ചെയ്തിടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു വേരുണ്ടെങ്കിൽ വേരൊക്കെ എടുത്ത് കളയണം. അങ്ങനെ ഇതാ ചേമ്പും ഒക്കെ ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചേമ്പിൻ്റെ കളർ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അത് നമ്മൾ തൊലി കളഞ്ഞ് കുറച്ച് നേരം വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതിക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് മതി. ചേമ്പും തണ്ട് അടിയിലല്ലേ നമ്മൾ ഇട്ട് കൊടുത്തുകണത്. അപ്പോൾ അങ്ങനെ വേഗം കരിയൊന്നും ചെയ്യൂല കേട്ടോ. അതിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം ഞാൻ അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 2.5 ഗ്ലാസ് ഉണ്ടാവും. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു, അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ അടിയിൽ അടുപ്പൊക്കെ പോയി കത്തിച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് കുറേ ദിവസത്തേക്കാണ്, മഴ ആയതുകൊണ്ട്. ഇന്നും ഉണ്ട് കേട്ടോ മഴ, ഇപ്പോഴൊക്കെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അടുപ്പ് കത്തിച്ചെടുത്ത് ഇനി അടുപ്പത്ത് കൊണ്ടുപോയി ഇത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നാടൻ കൂട്ടാനല്ലേ, അപ്പോൾ എന്തായാലും അടുപ്പത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അടുപ്പ് കത്തിക്കണത് എനിക്ക് ഇഷ്ടമില്ലായിട്ടൊന്നുമല്ല. ഈ ഒരു ഷീറ്റിൻ്റെ നടുഭാഗത്ത് ചെറുതായിട്ടൊരു ഓട്ടം കേട്ടോ. കൂടെ ഇങ്ങനെ മഴ പെയ്യുമ്പോഴേ വെള്ളം ഇങ്ങനെ ഒലിച്ചിട്ട് അടുപ്പൊക്കെ ഇറങ്ങും. അപ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും കുക്ക് ചെയ്താൽ പിന്നെ മഴ പെയ്യുകയാണെങ്കിൽ ഗതികേടാണ്. ഇപ്പോൾ മഴക്കൊരു ചോർച്ച ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അടുപ്പ് കത്തിച്ചതാണ്. അപ്പം ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടിയത്ത ചേമ്പും തണ്ടൊക്കെ കണ്ടപ്പോൾ ചുങ്ങി വന്നിക്കണം കേട്ടോ. ഇനി വീണ്ടും അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, എന്നാലുള്ളൂ കപ്പയും ചേമ്പൊക്കെ വേവ് കേട്ടോ. പിന്നെ അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം അത് വേകുമ്പോൾ തന്നെ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ല ജീരകവുമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചതച്ച് വെച്ചിട്ടുണ്ട്. നല്ലോണം അരക്കണ്ട, ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അങ്ങനെ അതൊക്കെ ചതച്ചെടുത്തു. പിന്നെ വീണ്ടും വന്നിട്ട് ഇത് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുത്തു. അപ്പോൾ നോക്കുമ്പോൾ ചേമ്പും പപ്പായയും ഒക്കെ നല്ലോണം വെന്തിക്കണം കേട്ടോ. അപ്പോൾ അതൊന്നും ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ മക്കൾക്ക് ഇതിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കണത് ഇഷ്ടമല്ല, നല്ലോണം ഉടക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ ഓൽക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ നല്ലോണം ഉടച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ചതച്ച് വെച്ച തേങ്ങൻ്റെ അരപ്പുണ്ടല്ലോ അതേക്ക് ഇട്ട് കൊടുത്തു. എളുപ്പമാണ് ഉണ്ടാക്കാൻ, പക്ഷേ അത് കട്ട് ചെയ്യാനുള്ള ഇതുള്ളൂ, സമയമുള്ളൂ. കട്ട് ചെയ്യണമെങ്കിൽ കുറേ തൊലിയൊക്കെ കളഞ്ഞിട്ടൊക്കെ വേണമല്ലോ കട്ട് ചെയ്യാനൊക്കെ. അങ്ങനത്തെ വൃത്തിയൊക്കെ എടുക്കേണ്ട ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തേങ്ങൻ്റെ അരപ്പൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ വിറകടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. കനലുണ്ട് കേട്ടോ നല്ലോണം. ആ കനലിൽ കടന്നിട്ട് കുക്കായിക്കോളും തേങ്ങ. അതേപോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കും കൂടെ വേണം. അപ്പോൾ ഇത്ര പണിയുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു അഴവിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിലേറെ കുറുകി വേണമെങ്കിൽ അങ്ങനെയാക്കുക, അല്ല കുറച്ചും കൂടെ കറി രൂപത്തിലൊക്കെ ആയിട്ട് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പം ഇത്ര മതിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഇത് ഒറ്റയ്ക്ക് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതൊന്ന് വറവിട്ട് കൊടുക്കണം കൂടെ ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കറിവേപ്പിൻ്റെയും കടുകിട്ട് പൊട്ടിച്ചെടുത്ത് കറിവേപ്പിൻ്റെയും വറ്റൽമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഇതിക്ക് മുളക് പൊടി ചേർക്കരുത് കേട്ടോ, പച്ചമുളകാണ് ടേസ്റ്റ്. മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇട്ടാൽ മതി, വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കൂണ്ടി. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, ആ കടുകും വെളിച്ചെണ്ണയൊക്കെ എല്ലാം കൊടുത്തു ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആയിട്ടുണ്ട് ഇട്ടത്. അപ്പോൾ ഞാൻ ചൂടോട് കൂടിയിട്ട് തന്നെ കുറച്ച് കൊടുത്തേക്കാന്ന് വിചാരിച്ച്. നമ്മളമ്മമാർക്കും ഉപ്പമാർക്കും ഒക്കെ ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടീകാരം. കാരണം എന്താ വെച്ചാൽ ഒരു ചെറുപ്പത്തിലധികം ഇങ്ങനത്തെ ഒക്കെയാണ് തിന്ന് വളർന്നിട്ടുണ്ടാവുക അല്ലേ. കഞ്ഞിയും ഇങ്ങനത്തെ കൂട്ടാനൊക്കെ എന്നൊക്കെ അമ്മയൊക്കെ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെ മക്കൾക്ക് ഇപ്പോൾ മന്തി അൽഫാം അങ്ങനെയുള്ളതൊക്കെ അല്ലേ ഇഷ്ടമുണ്ടാവുക അല്ലേ. ഫാസ്റ്റ് ഫുഡിനോടാണ് അധികം ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രിയം. അപ്പോൾ നമ്മളെ വീട്ടുമുറ്റത്തൊക്കെ ഇതേപോലെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കോണ്ടിട്ടോ, ഇതിൻ്റെ രുചി പോലെ അറിഞ്ഞോട്ടെ. പിന്നെ മീൻകാരൻ വന്നിട്ടുണ്ടെങ്കിലും അപ്പം ഇന്ന് മീൻ കിട്ടിയത് കുഞ്ഞി മത്തിമീനാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ വേഗം പോയിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് ഒന്ന് പൊരിച്ചെടുക്കേണ്ടത്. ഇതിക്കൊന്നും ചേർത്തിട്ടില്ല, വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം. നാരങ്ങനീരും ചേർത്തിന് കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്നും ചേർത്തിട്ടില്ല. ഇങ്ങനെ മീൻ പൊരിക്കണതും ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എനിക്കിങ്ങനെ മീൻ പൊരിക്കും, ഇങ്ങനെ ഈ ചെറിയ കുഞ്ഞമ്മത്തിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പൊരിച്ചെടുക്കണതും ഇഷ്ടമാണ്. അങ്ങനെ ഇന്നത്തെ ചോറിനുള്ള കൂട്ടാൻ ഇതൊക്കെ തന്നെയാണ്, ഈ മീൻ വറുത്തതും അതേപോലെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പടുകൂട്ടാനും. അപ്പം ഇനി കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം. അപ്പോൾ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കണം കേട്ടോ, വേറെ പാത്രത്തേക്ക് ആക്കി കൊടുക്കണ്ട നമ്മൾ കൂട്ടാൻ.
നല്ല കുത്തരിക്കഞ്ഞിയും ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഉണ്ടെങ്കിലേ നല്ല ടേസ്റ്റി ആയിക്കാരം കേട്ടോ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. ഞാനിപ്പോൾ കഞ്ഞിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നമ്മളിപ്പോൾ ചോറ് രാവിലെ വെച്ചതുണ്ട്. അപ്പം ഈ കൂട്ടാൻ മാത്രം കഴിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഇപ്പം ഞാൻ ചോറ് കുറച്ചൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കൂട്ടാനൊക്കെ കുറച്ച് അധികം കഴിക്കുമ്പോൾ നമ്മളെ വിശപ്പൊക്കെ മാറുമല്ലോ. പിന്നെ ഇത് മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവുന്ന സംഭവമാണ് ചേമ്പൊക്കെ. ഷുഗറൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനത്തെ ഒക്കെ കഴിച്ചാൽ. പിന്നെ പറഞ്ഞാൽ എപ്പോഴൊന്നും ഇല്ലല്ലോ, എപ്പോഴെങ്കിലൊക്കെ അല്ലേ. കപ്പ, ചേമ്പ് അതൊക്കെ ഷുഗറുള്ള സംഭവങ്ങളാണ്. മറ്റേതൊന്നും കുഴപ്പമില്ല, പപ്പായും അതേപോലെ ചേമ്പും തണ്ടൊന്നും. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് വിളമ്പിക്കണ്. എന്താണെങ്കിലും ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പം വേറൊരു ടേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഉച്ചക്ക് ചോറില്ല തന്നെയാണ് കേട്ടോ കഴിക്കണത്. അപ്പം ഞാൻ കുറച്ച് കൂട്ടാനും ഒരു പാത്രത്തേക്ക് വിളമ്പി കുറച്ച് മീനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോറൊന്നും ഇല്ലാതെ ഇങ്ങനെ കഴിക്കുമ്പം മീൻ വറുത്തതും അല്ലെങ്കിൽ മീൻ കറിയൊക്കെ ഉണ്ടല്ലോ, മീൻ മുളക് കറിയൊക്കെ, അതൊക്കെ ഉറ്റിച്ചിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാരം. പിന്നെ അതൊന്നും അല്ലാത്തൊരു കോമ്പവും കൂടെ പറഞ്ഞുതരാം കേട്ടോ. നല്ല നാടൻ മോരുണ്ടല്ലോ, മോര് കാച്ചിയത് ഇതിൽ കൊഴിച്ചിട്ട് കഴിച്ചാണ്ടല്ലോ സ്വർഗം കാണും. അത്രയും ടേസ്റ്റാണ്, ഞാൻ പറഞ്ഞിങ്ങനെ പുകഴ്ത്തല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ. അപ്പം ഞാൻ കുറച്ചിങ്ങനെ കഴിച്ചപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ചോറും കൂടെ ഇട്ടിട്ട് കഴിച്ചാലോ. അപ്പോൾ ഒരു കയ്യിൽ ചോറും ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. എന്നിട്ട് അങ്ങനെ ഒക്കെ കൂടെ കൂട്ടിക്കുഴച്ചൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാർ കേട്ടോ. നമ്മളെ ഈ ഭാഗത്തുള്ള മലപ്പുറം ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇത് ഉണ്ടാക്കണത് തന്നെയാണ്. ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.